ഹായ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡോബറൈനർ മൂലകങ്ങളെ എങ്ങനെ വർഗീകരിച്ചു എന്നുള്ളതാണ് അല്ലെ. അപ്പോ ഞാൻ ഇത് പാർട്ട് ബി ആണ് ഞാൻ എടുക്കുന്ന. ഇപ്പോൾ നമ്മൾ മൂലകങ്ങളും സംയുക്തങ്ങളും എന്നുള്ള ചാപ്റ്റർ ആണല്ലോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലെ പാർട്ട് എ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് പാർട്ട് എയും ഇപ്പൊ ഞാൻ കാണുന്നത് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുള്ളത് വീഡിയോ കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാനായിട്ട്. എങ്കിലേ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. കാരണം ഞാൻ ക്ലാസ് എടുക്കുന്ന ആ ഒരു സമയത്ത് വേറെ ചില പ്രശ്നം കാരണം എനിക്കിത് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇത് പാർട്ട് ബി എന്നും പറഞ്ഞ് ഞാൻ ഇടുന്നത്. അപ്പോ നമുക്ക് ഇത് മൊത്തം പാർട്ട് എയും ബിയും ഇന്ന് പഠിക്കാനുള്ളതാണ്. 5 മണിക്ക് ഇതിന്റെ എക്സാം ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ ഉണ്ടാവും. അപ്പോൾ ആ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ രണ്ടും നമുക്ക് പഠിച്ച് പോവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഡോബറൈനർ എന്താ ചെയ്തതെന്ന് ആണ് പറയുന്നത്. ഡോബറൈനർ മൂലകങ്ങളെ സമാന ഗുണങ്ങളുള്ള 3 വീതമുള്ള ഗ്രൂപ്പുകളാക്കി തിരിച്ചു. ഈ ഗ്രൂപ്പുകൾ ത്രികങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു, ട്രയാഡ്സ് എന്ന പേരിൽ അറിയപ്പെട്ടു. ത്രികങ്ങളിൽ മധ്യത്തിലുള്ള മൂലകത്തിന്റെ ആറ്റോമിക മാസ് മറ്റ് 2 മൂലകങ്ങളുടെ ആറ്റോമിക മാസിന്റെ ഏകദേശ ശരാശരിയാണെന്ന് ഇദ്ദേഹം സ്ഥാപിച്ചു. ഏകദേശ ശരാശരി ട്ടോ. ഓക്കെ, എന്നാൽ ഏതാനും മൂലകങ്ങളെ മാത്രമാണ് ഈ രീതിയിൽ വർഗീകരിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ വർഗീകരിച്ച രീതിയിലും ആ മൂലകങ്ങളും ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക. ഇപ്പൊ മൂലകം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം കണ്ടല്ലോ. അതിൽ ലിഥിയം, സോഡിയം അതിന്റെ ശരാശരിയാണ് നടുവിൽ വരുന്ന ലിഥിയം, പൊട്ടാസ്യം അതിന്റെ ശരാശരി. അത് രണ്ടും ആഡ് ചെയ്താൽ കിട്ടുന്ന അതിന്റെ ശരാശരി അല്ലെ, ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അതിലെ ശരാശരിയും 7 + 39 / 2 ഏകദേശ ശരാശരി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് സോഡിയത്തിന്റെ ആറ്റോമിക മാസ് എന്ന് പറയുന്നത്. ഇനി കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം അതാണ് അവിടെ തന്നിട്ടുള്ളത്. അതിൽ കാൽസ്യവും ബേരിയവും കൂട്ടിയിട്ട് അതിന്റെ ശരാശരി എടുത്താൽ കിട്ടുന്നതാണ് നടുവിലെ സ്ട്രോൺഷ്യം എന്ന മൂലകത്തിന്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത്. അതുപോലെ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അതും അങ്ങനെ തന്നെയാണ് എന്നുള്ളതെന്ന് ഓർത്തു വച്ചേക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ അതിൽ പറഞ്ഞത്. പക്ഷെ അതൊന്നും എന്തായില്ല, അതൊന്നും കറക്റ്റ് ഒരു ഇതിൽ എത്താനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ ഇനി അടുത്ത ആളാണ് ന്യൂലാൻസ്. അദ്ദേഹം എന്താ ചെയ്തത്, മൂലകങ്ങളെ ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ 8ാമത് വരുന്ന ഓരോ മൂലകവും ഗുണങ്ങളിൽ ആദ്യത്തേതിന്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തി. മൂലകങ്ങൾ എന്ത് ചെയ്യാണ്, അവയുടെ അറ്റോമിക മാസ് എടുക്കും, അതിന്റെ ആരോഹണ ക്രമത്തിൽ, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ആരോഹണം അവരോഹണം എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് അറിയാലോ. അങ്ങനെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ 8ാമത് വരുന്ന ഓരോ മൂലകവും ഗുണങ്ങളിൽ ആദ്യത്തേതിന്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തി. ഇതിനെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി അദ്ദേഹം താരതമ്യം ചെയ്യുകയാണ്. ഈ വർഗീകരണം അറിയപ്പെടുന്നത് അഷ്ടക നിയമം, ലോ ഓഫ് ഒക്ടേവ്സ് എന്നാണ്. അപ്പൊ ന്യൂലാൻസിന്റേതാണ് ലോ ഓഫ് ഒക്ടേവ്സ് അല്ലെങ്കിൽ അഷ്ടക നിയമം എന്ന് പറയുന്നത്. കൂടുതൽ മൂലകങ്ങൾ കണ്ടെത്തിയതോടെ എല്ലാ മൂലകങ്ങളെയും ഇത്തരത്തിൽ ക്രമീകരിക്കാനാവില്ല എന്ന് മനസ്സിലായി. ഓക്കെ, അതൊന്ന് നോക്കുക, ഇവിടെ കൊടുത്തിട്ടുള്ള മൂലകങ്ങളൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഇനി മെൻഡലിയേഫ് എന്ന ശാസ്ത്രജ്ഞൻ അതുവരെ അറിയപ്പെട്ടിരുന്ന 63 മൂലകങ്ങളെ അന്ന് അറിയപ്പെട്ടിരുന്ന 63 മൂലകങ്ങളെ അവയുടെ ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ച് ഒരു പട്ടിക തയ്യാറാക്കി. ഇങ്ങനെ തയ്യാറാക്കിയപ്പോൾ ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായിട്ട് കണ്ടെത്തുകയാണ് അദ്ദേഹം ചെയ്തത്. ഓക്കെ, മനസ്സിലായല്ലോ. മെൻഡലീഫ് എന്താ ചെയ്തത്, അതുവരെ അറിയപ്പെട്ടിരുന്ന 63 മൂലകങ്ങളെ അവയുടെ ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ച് ഒരു പട്ടിക തയ്യാറാക്കി. ഇങ്ങനെ തയ്യാറാക്കിയപ്പോൾ ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായിട്ട് കണ്ടെത്തി. ഓക്കെ, ഇനി മാസ് നമ്പറും അറ്റോമിക നമ്പറും എന്താണ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ആറ്റങ്ങൾ അതിസൂക്ഷ്മ കണങ്ങളായ വിഭജിക്കാൻ കഴിയാത്ത കണങ്ങളാണെന്നാണ് ആദ്യകാലത്ത് കരുതി പോന്നത്. എന്നാൽ പിന്നീട് ഇവ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ ചെറു കണങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. എന്തൊക്കെ വെച്ചിട്ട്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഈ ചെറു കണങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തുകയാണ്. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്രമുണ്ട്.
വളരെ വലിപ്പം കുറഞ്ഞ ഈ ന്യൂക്ലിയസിലാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നത്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കാണപ്പെടുന്നു. പ്രോട്ടോൺ ന്യൂട്രോൺ എവിടെ കാണുന്നത്? ന്യൂക്ലിയസിൽ. ഇലക്ട്രോൺ എന്താ ചെയ്യുന്നത്? ഈ ന്യൂക്ലിയസിന് ചുറ്റും കാണപ്പെടുന്നു. ഈ പ്രോട്ടോണുകളുടെ ചാർജ് പോസിറ്റീവും ഇലക്ട്രോണുകളുടെ ചാർജ് നെഗറ്റീവുമാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇതിൽ ഓരോന്നും ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പ്രോട്ടോണിന്റെ ചാർജ് ചോദിച്ചിട്ടുണ്ട്, ഇലക്ട്രോണിന്റെ ചാർജ്, അതുപോലെ ചാർജ് ഇല്ലാത്ത കണം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് ന്യൂട്രോൺ ആണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അതിന്റെ ആറ്റോമിക നമ്പർ ആയിട്ട് പരിഗണിക്കുന്നു. അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം ഈസ് ഈക്വൽ ടു ആറ്റോമിക നമ്പർ. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ. എങ്ങനെ? പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ എന്ത് പറയും? മാസ് നമ്പർ എന്ന് പറയും. അപ്പൊ ഏതൊക്കെ തമ്മിൽ കൂട്ടിയാലാണ് മാസ് നമ്പർ കിട്ടുക? പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ. ഓക്കെ, ഈ പ്രോട്ടോണുകളുടെ എണ്ണം എന്തിനു തുല്യാന്ന് പറഞ്ഞു നേരത്തെ? ആറ്റോമിക നമ്പർ ആയിട്ട് പരിഗണിക്കുന്നു. ആറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണാണ്. ഇനി ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. ഓക്കെ, ഇപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. പ്രോട്ടോണുകൾ നമുക്കറിയാം, ആറ്റങ്ങൾ എന്ന് പറഞ്ഞാല് വിഭജിക്കാൻ കഴിയാത്ത കണങ്ങളാണെന്നാണ് ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഈ ചെറു കണങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസ് ആണ് ഇതിന്റെ കേന്ദ്രം. ഈ കേന്ദ്രത്തിൽ എന്ത് കാണുന്നുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നുണ്ട്. ഇലക്ട്രോണുകൾ എന്ത് ചെയ്യാണ്? ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങാണ്. ഈ പ്രോട്ടോണുകളുടെ ചാർജ് പോസിറ്റീവും ഇലക്ട്രോണുകളുടെ ചാർജ് നെഗറ്റീവും ആണ്. ചാർജ് ഇല്ലാത്ത കണം ചോദിച്ചാൽ ന്യൂട്രോൺ ആണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അതിന്റെ അറ്റോമിക നമ്പറിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അറ്റോമിക നമ്പർ ആയിട്ട് പരിഗണിക്കുന്നു. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണം, തുകയാണ് എന്തെന്ന് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണത്തിനും തുല്യമായിരിക്കും. അത്രയും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും അല്ലെ? സിമ്പിൾ ആണ്. ഇനി മെൻഡലിയേഫിന്റെ ആവർത്തന നിയമം, അതായത് പീരിയോഡിക് ലോ. മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ ആറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ്. മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ ആറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മെൻഡലിയേഫിന്റെ ആവർത്തന നിയമമാണ്. പട്ടികയിലെ വിലങ്ങനെയുള്ള നിരകളെ പീരിയഡുകൾ എന്നും കുത്തനെയുള്ള വരികളെ ഗ്രൂപ്പുകൾ എന്നും വിളിക്കാം. പട്ടികയിലെ വിലങ്ങനെയുള്ള നിരകളെ എന്താ പറയാ? വിലങ്ങനെയുള്ളത് പീരിയഡ്, കുത്തനെ കാണുന്നതാണ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ രാസ സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു. ഓക്കെ, ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ രാസ സ്വഭാവത്തിൽ ഏകദേശം, അതായത് സമാനത പ്രകടിപ്പിക്കുന്നു. ഇനി സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. അറിയപ്പെടാതിരുന്ന മൂലകങ്ങൾക്കായുള്ള കളങ്ങൾ ഒഴിച്ചെടുക്കുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. എന്താ ചെയ്തത്? ആറ്റോമിക മാസിന്റെ ഏത് ക്രമത്തിൽ? ആരോഹണ ക്രമത്തിലാണ് എന്തിനെ വർഗീകരിച്ചത്? മൂലകങ്ങളെ വർഗീകരിച്ചത്. അറിയപ്പെടാതിരുന്ന മൂലകങ്ങൾക്കായുള്ള കളങ്ങൾ ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധം വർഗീകരിച്ചത് മൂലകങ്ങളെയും അവയുടെ സംയുക്തങ്ങളെയും കുറിച്ചുള്ള പഠനം എളുപ്പമാക്കി. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധം വർഗീകരിച്ചത് മൂലകങ്ങളെയും അവയുടെ സംയുക്തങ്ങളെയും കുറിച്ചുള്ള പഠനം എന്ത് ചെയ്തു? എളുപ്പമാക്കി എന്നാണ് പറയുന്നത്. ഓക്കെ, അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കാൻ പറ്റിയോ? ഇല്ല. ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകാനും കഴിഞ്ഞില്ല അല്ലെ? അതൊക്കെയാണ് ഇതിന്റെ ഓരോരോ പോരായ്മകളും അല്ലാത്തതും. ഓക്കെ, ഇനി ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. മെൻഡലിയേഫ് 1869 ആവർത്തന പട്ടിക രൂപീകരിച്ചപ്പോൾ, ഏതാ വർഷം? 1869. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യുക. മെൻഡലീഫ് 1869
ആവർത്തന പട്ടിക രൂപീകരിച്ചപ്പോൾ ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ചോ അതിലെ മൗലിക കണങ്ങളെക്കുറിച്ചോ കൂടുതൽ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് പുതിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളുടെ ഗുണങ്ങൾ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ആര് കണ്ടെത്തുകയാണ്? നമ്മുടെ ഹെൻറി മൂസ്ലി കണ്ടെത്തുകയാണ്. പുതിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളുടെ ഗുണങ്ങൾ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് മൂസ്ലി കണ്ടെത്തി. ഇതനുസരിച്ച് അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ആവർത്തന പട്ടികയാണ് ഇന്ന് നാം ഉപയോഗിക്കുന്ന ആധുനിക ആവർത്തന പട്ടിക. ഓക്കെ, അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഹെൻറി മൂസ്ലി ആലോചിച്ച് നോക്കുക. ഹെൻറി മൂസ്ലിയുടേതാണ് ഏത്? ആധുനിക ആവർത്തന പട്ടിക. ഇനി തന്മാത്രകളുടെ രാസസൂത്രം. മൂലകങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. ഇതിപ്പോ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രേ പറയുന്നുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഇത് നമ്മൾ പഠിച്ചു പോയാൽ മതി. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്മാത്രകളുടെ രാസസൂത്രം. മൂലകങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. N എന്ന് എഴുതിയാൽ അത് നൈട്രജനെയും നൈട്രജന്റെ ഒരാറ്റത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ 2n എന്നുണ്ട്, N2. ഇവ തമ്മിൽ എന്താ വ്യത്യാസം എന്ന് നമ്മോട് ചോദിക്കണം. 2n എന്ന് പറഞ്ഞാല് ശ്രദ്ധിച്ച് കേൾക്കുക. 2n എന്ന് പറഞ്ഞാല് രണ്ട് സ്വതന്ത്ര നൈട്രജൻ ആറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെ? രണ്ട് സ്വതന്ത്ര നൈട്രജൻ ആറ്റങ്ങൾ. എന്നാൽ N2 എന്ന് പറയുമ്പോൾ രണ്ട് ആറ്റങ്ങൾ ചേർന്നുണ്ടായ ഒരു നൈട്രജൻ തന്മാത്രയെ സൂചിപ്പിക്കുന്നു. രണ്ട് സ്വതന്ത്ര നൈട്രജൻ ആറ്റങ്ങളെ സൂചിപ്പിക്കുന്നതാണ് 2n. അവിടെ രണ്ട് n. ഓക്കെ, എന്നാൽ N2 എന്ന് പറയുമ്പോൾ രണ്ട് ആറ്റങ്ങൾ ചേർന്നുണ്ടായ ഒരൊറ്റ നൈട്രജൻ തന്മാത്രയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ 2n2 എന്തായിരിക്കും? രണ്ട് നൈട്രജൻ തന്മാത്രകളെ സൂചിപ്പിക്കും. ഓക്കെ, 2n2 എന്ന് പറയുമ്പോൾ N2 എന്ന് പറഞ്ഞാല് രണ്ടാറ്റം ചേർന്നുണ്ടായ ഒരൊറ്റ നൈട്രജൻ തന്മാത്ര. അപ്പൊ 2n2 എന്ന് പറയുമ്പോൾ രണ്ട് നൈട്രജൻ തന്മാത്ര. ഇനി 2n2ൽ അടങ്ങിയിരിക്കുന്ന ആകെ ആറ്റങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 4 ആയിരിക്കും. കാരണം എന്താണ്? N2 അല്ലെ, 2n2 എന്ന് പറയുമ്പോൾ എന്തുണ്ട്? രണ്ട് n ഉണ്ട് എന്ന് നമുക്കറിയാം. അതായത് രണ്ട് സ്വതന്ത്ര നൈട്രജൻ ആറ്റങ്ങളുണ്ട്. അതില് N2 അല്ലെ. അപ്പൊ മൊത്തം എത്രയായി? ഒരു എന്നില് രണ്ട് നൈട്രജൻ ആറ്റം. അപ്പൊ രണ്ട് എന്നിൽ എത്ര ഉണ്ടാവും? 4 ആറ്റം ഉണ്ടാവും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, കമന്റിലൊക്കെ ചോദിക്കാം. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹീലിയം തന്മാത്ര. അതിൽ എത്ര ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര എന്ന് പറയും? ഒറ്റൊന്നുള്ളൂ അല്ലെ, He, ഒരൊറ്റൊരു ആറ്റമുള്ളൂ. അപ്പൊ അതെന്തായിരിക്കും? ഏകാറ്റോമിക മൂലകം. ഇനി O2 എടുത്താല് ഒരാറ്റാണോ? അല്ല, രണ്ടാറ്റുണ്ട്. അപ്പൊ അതെന്താണ്? ദ്വയാറ്റോമികം. ഇനി S8 സൾഫർ അല്ലെ, S8 അവിടെ എത്ര ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട്? 8 ആറ്റങ്ങൾ, സൾഫറിന്റെ 8 ആറ്റങ്ങൾ. അപ്പൊ അവിടെ എന്താണ്? ബഹു ആറ്റോമികം. ഏകാറ്റോമികം, ഒന്നുള്ളത് ദ്വയാറ്റോമികം, രണ്ടുള്ളത് ബഹു ആറ്റോമിക മൂലകം, ഒരുപാട് ആറ്റങ്ങൾ ചേർന്നത്. ഇനി H2 എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് ആറ്റങ്ങളാണ്, ദ്വയാറ്റോമിക മൂലകമാണ്. P4 എന്ന് പറയുമ്പോൾ അവിടെ 4 ആറ്റങ്ങളാണ്, ബഹു ആറ്റോമികാണ് അല്ലെ, രണ്ടിൽ കൂടുതലുള്ളത് ബഹു ആറ്റോമികം. ഇനി നിയോൺ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഒരു ആറ്റം, ഏകാറ്റോമികം. Cl2 രണ്ട്, ദ്വയാറ്റോമികം. ആർഗൺ Ar ഒന്നേ ഉള്ളൂ, ഏകാറ്റോമിക മൂലകം. പിന്നെ O3 അവിടെ എത്ര ആറ്റങ്ങളുണ്ട്? അവിടെ എത്ര ആറ്റങ്ങളുണ്ട്? 3 എണ്ണം ഉണ്ട് അല്ലെ. O3 ആണ്, O2 അല്ല. അപ്പൊ ബഹു ആറ്റോമിക മൂലകം. ഓക്കെ, അത്രയും നമ്മൾ പഠിച്ചാൽ മതി. വളരെ സിമ്പിൾ ആണ് അല്ലെ. ഒരൊറ്റ ആറ്റുള്ളത് ഏകാറ്റോമികം, രണ്ടെണ്ണം ഉള്ളത് ദ്വയാറ്റോമികം, രണ്ടിൽ കൂടുതലുള്ളത് ബഹു ആറ്റോമികം. അത്രയേ ഉള്ളൂ. ഇനി തന്മാത്ര രാസസൂത്രം ഒരു പദാർത്ഥത്തിന്റെ ഒരു തന്മാത്രയെ സൂചിപ്പിക്കുന്നു. തന്മാത്ര രാസസൂത്രം ഒരു പദാർത്ഥത്തിന്റെ ഒരു തന്മാത്രയെ സൂചിപ്പിക്കുന്നു. മൂലകങ്ങളുടെ രാസസൂത്രം നോക്കാം. ഏകാറ്റോമിക മൂലകങ്ങളിൽ പ്രതീകം തന്നെയാണ് രാസസൂത്രമായിട്ട് പരിഗണിക്കുന്നത് അല്ലെ. ഏകാറ്റോമിക മൂലകം എന്ന് പറയുമ്പോൾ നമ്മൾ ഹീലിയം എടുത്തു, He, അതിന്റെ പ്രതീകം തന്നെയാണ് രാസസൂത്രമായിട്ട് പരിഗണിക്കുന്നത്. ഇനി ഏകാറ്റോമിക തന്മാത്രകളിൽ പ്രതീകത്തിന്റെ ഇടതുവശത്ത് എഴുതുന്ന സംഖ്യ തന്മാത്രകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ നമ്മള് 2n എന്ന് പറഞ്ഞപ്പോ രണ്ട് നൈട്രജൻ തന്മാത്ര എന്ന് പറഞ്ഞു, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.
ഏകാറ്റോമിക തന്മാത്രകളിൽ പ്രതീകത്തിന്റെ ഇടതുവശത്ത് എഴുതുന്ന സംഖ്യ തന്മാത്രകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ഇത് തന്നെയായിരിക്കും ആറ്റങ്ങളുടെയും എണ്ണം എന്ന് പറയുന്നത്. 2 ഹീലിയം 2He എന്ന് പറഞ്ഞാല് 2 ഹീലിയം ആറ്റങ്ങളും 2 ഹീലിയം തന്മാത്രകളും അല്ലെ. 3Ne എന്ന് പറയുമ്പോൾ 3 നിയോൺ ആറ്റങ്ങളും 3 നിയോൺ തന്മാത്രകളും. 3 നിയോൺ എന്ന് എഴുതി നോക്കിയാൽ നമുക്കറിയാലോ, Ne. അപ്പൊ അവിടെ എത്ര ആറ്റുണ്ട്? 3 ആറ്റുണ്ട്, 3 തന്മാത്രയുണ്ട്, അത്രയേ ഉള്ളൂ. ഇനി ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണമാണ് അറ്റോമികത അഥവാ അറ്റോമിസിറ്റി എന്ന് പറയുന്നത്. ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണമാണ് അറ്റോമികത. ദ്വയാറ്റോമിക ബഹു ആറ്റോമിക മൂലകങ്ങളിൽ പ്രതീകത്തിന്റെ വലതുഭാഗത്ത് താഴെയായി അറ്റോമികത എഴുതിയാൽ അവയുടെ രാസസൂത്രം ലഭിക്കുന്നു. മനസ്സിലായോ? ഡയോറ്റാമിക ബഹു ആറ്റോമിക മൂലകങ്ങളിൽ പ്രതീകത്തിന്റെ വലതുഭാഗത്ത് താഴെയായിട്ട്, ഇപ്പൊ H2 എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ വലതുഭാഗത്ത് താഴെയായിട്ടാണ് എന്ത് 2 എന്ന് എഴുതുന്നത്. അതാണ് അവയുടെ രാസസൂത്രം. തന്മാത്രകളുടെ ആകെ എണ്ണം രാസസൂത്രത്തിന്റെ ഇടതുവശത്തും എഴുതുന്നു. തന്മാത്രകളുടെ ആകെ എണ്ണം രാസസൂത്രത്തിന്റെ ഇടതുവശത്തുമാണ് എഴുതുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഏത് 2n2 കണ്ടില്ലേ? അങ്ങനെയാണ്. അത്രേ ഉള്ളൂ. പറഞ്ഞത് തന്നെ വീണ്ടും പറയാണ് കേട്ടോ. ഇനി മൂലകങ്ങളുടെ രാസസൂത്രത്തിൽ നിന്നും തന്മാത്രകളുടെയും അവയിൽ അടങ്ങിയ ആറ്റങ്ങളുടെയും എണ്ണം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. മൂലകങ്ങളുടെ രാസസൂത്രത്തിൽ നിന്നും എന്താ പറഞ്ഞിട്ടുള്ളത്? എത്ര തന്മാത്ര ഉണ്ട്, എത്ര ആറ്റങ്ങളുണ്ട് എന്ന് കണ്ടെത്താൻ. 3O2 അതിൽ എത്ര തന്മാത്ര ഉണ്ടാവും? 3 ഓക്സിജൻ തന്മാത്രകൾ. എത്ര ആറ്റങ്ങൾ ഉണ്ടാവും? ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? ഇപ്പൊ 3O2 അതിലെടുത്തു, അതിൽ 3 എണ്ണം O2. അപ്പൊ എത്ര ഓക്സിജൻ ആറ്റങ്ങൾ ഉണ്ടാവും? ആറ്റങ്ങൾ എത്ര ഉണ്ടാവും? ഫസ്റ്റത്തേല് O2ല് 2 ആറ്റം, രണ്ടാമത്തെ O2ല് 2, അപ്പൊ 2 2 4, മൂന്നാമത്തെ ഓക്സിജൻ ആറ്റത്തില് O2ല് 2 എണ്ണം, മൊത്തം 6. മനസ്സിലായല്ലോ? അതായത് 3 × 2 6. ഇത് അറിയാത്ത ആളുകൾ ഉണ്ടാവും. അറിയുന്നവര് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെയും പറയുന്നത് കേട്ടോ. ഓക്കെ. ഇനി ആകെ ആറ്റങ്ങളുടെ എണ്ണം 3 × 2 = 6. ഓക്സിജൻ 6 ഓക്സിജൻ ആറ്റങ്ങൾ. ഇനി നമ്മോട് ചോദിക്കാണ് 5Cl2 അതിൽ എത്ര ക്ലോറിൻ തന്മാത്രകളുണ്ട്? 5 അല്ലേ. ഇനി അതിന്റെ ആറ്റങ്ങളുടെ എണ്ണം കാണാം. 5 × 2 ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ 5 × 2 10 ക്ലോറിൻ ആറ്റങ്ങൾ. ഇനി ഇവിടെ ഹൈഡ്രജൻ എത്ര തന്മാത്രയുണ്ട്? നമ്മോട് പറഞ്ഞു ആ പ്രതീകത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന സംഖ്യയാണ് തന്മാത്രകളുടെ എണ്ണം എന്ന് പറഞ്ഞു. അപ്പൊ എത്ര ഉണ്ട് തന്മാത്ര? 1. ആറ്റങ്ങളോ? 1 × 2 2. 5O2 അതില് എത്ര തന്മാത്ര ഉണ്ട്? 5. 5 × 2 ആയിരിക്കും ആകെ ആറ്റം. 5 × 2 10. 6 തന്മാത്രയാണ് 6N2ല്. 6 × 2 12. 4 ക്ലോറിൻ, അതായത് 4 തന്മാത്ര 4Cl2 അതില് 4 × 2 8. ഇനി സൾഫർ എടുത്താൽ S8 ആണ്. എത്ര തന്മാത്ര ഉണ്ട്? തന്മാത്ര ഒന്നേ ഉള്ളൂ, പക്ഷെ ആറ്റങ്ങൾ 8 എണ്ണം ഉണ്ട്. മനസ്സിലായല്ലോ? ഇനി സംയുക്തങ്ങളുടെ രാസസൂത്രമാണ് അടുത്തത്. ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ ഒരു തന്മാത്രയെ HCl എന്ന് സൂചിപ്പിക്കാം. നമ്മളിപ്പോ ഹൈഡ്രജൻ ക്ലോറൈഡ് എടുക്കുകയാണ്, അതിന്റെ ഒരു തന്മാത്രയെ എന്തെന്ന് സൂചിപ്പിക്കാം? HCl എന്ന് സൂചിപ്പിക്കാം. നൈട്രിക് ഓക്സൈഡ് എന്നുള്ളത് ഒരു സംയുക്താണ്. അതിൽ നൈട്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. നൈട്രജന്റെ പ്രതീകം N ആണ്, ഓക്സിജന്റേത് O ആണ്. ഒരു തന്മാത്രയിലെ ആറ്റങ്ങൾ Nല് 1, Oല് 1. NO എന്നുള്ളതാണ് നൈട്രിക് ഓക്സൈഡിന്റെ രാസസൂത്രം. അത്രയേ ഉള്ളൂ. അമോണിയ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞു അല്ലെ, ആദ്യത്തെ ക്ലാസ് കണ്ടിട്ട് വേണം ഇങ്ങോട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അമോണിയ എന്ന് പറയുമ്പോൾ നൈട്രജൻ N ആണ്, ഹൈഡ്രജൻ H ആണ്. നൈട്രജൻ എത്ര ഉണ്ട് ഇവിടെ? 1. ഹൈഡ്രജൻ 3 എണ്ണാണ് ഉള്ളത്, 3 ആറ്റം. അപ്പം NH3 എന്നുള്ളതാണ് അമോണിയ. കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ, C, ഓക്സിജൻ O. C എത്ര ഉണ്ട്? 1, ഓക്സിജൻ 2, അപ്പൊ CO2. ഇനി സൾഫ്യൂരിക് ആസിഡ് എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ 1, ഹൈഡ്രജൻ സൾഫ്യൂരിക് ആസിഡിന്റെ രാസസൂത്രം എന്താണെന്നറിയോ? H2SO4 ആണ്. അവിടെ ഹൈഡ്രജൻ 2 ഉണ്ട്, സൾഫർ 1, ഓക്സിജൻ 4 ആണ്.
ഇനി കാർബൺ ടെട്രാ ക്ലോറൈഡ്, കാർബൺ ടെട്ര എന്ന് പറയുമ്പോൾ 4 ആണ് അല്ലേ, ടെട്രാ ക്ലോറൈഡ്. അതായത് കാർബൺ 1, ക്ലോറിൻ 4, CCl4 ആണ് കാർബൺ ടെട്രാ ക്ലോറൈഡ്. ഈ രാസസൂത്രമൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇതാണ്, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്തത് രാസസമവാക്യങ്ങൾ, കെമിക്കൽ ഇക്വേഷൻസ്. കാർബൺ ഓക്സിജനുമായി സംയോജിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. ഈ പ്രവർത്തനത്തിലെ അഭികാരകങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാല് കാർബണും ഓക്സിജനും, അല്ലെ? കാർബണും ഓക്സിജനും, അതായത് കാർബണും ഓക്സിജനും സംയോജിച്ചിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. അപ്പൊ അഭികാരകങ്ങൾ കാർബണും ഓക്സിജനും, C+O2. ഇനി കിട്ടുന്ന ഉൽപ്പന്നം എന്താണ്? CO2. ഈ രാസപ്രവർത്തനത്തെ C+O2, CO2 എന്ന് സൂചിപ്പിക്കാം. ഒരു രാസപ്രവർത്തനത്തിലെ മാറ്റങ്ങളെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്ന വിധത്തിൽ സൂചിപ്പിക്കുന്ന രീതിയാണ് രാസസമവാക്യം. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു രാസപ്രവർത്തനത്തിലെ മാറ്റങ്ങളെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ സൂചിപ്പിക്കുന്ന രീതിയാണ് രാസസമവാക്യം. ഇതിൽ അഭികാരകങ്ങളെയും ഉൽപ്പന്നങ്ങളെയും സൂചിപ്പിക്കുന്നതിനായി അവയുടെ പ്രതീകങ്ങൾ അല്ലെങ്കിൽ രാസസൂത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഇതിൽ അഭികാരകങ്ങളെയും ഉൽപ്പന്നങ്ങളെയും സൂചിപ്പിക്കുന്നതിനായിട്ട് അവയുടെ പ്രതീകങ്ങൾ അല്ലെങ്കിൽ രാസസൂത്രങ്ങൾ ഉപയോഗിക്കുന്നു. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാൽസ്യം കാർബണേറ്റ് വിഘടിച്ച് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറുന്നു. ഈ പ്രവർത്തനത്തെ എങ്ങനെ സൂചിപ്പിക്കുന്നത്? നോക്കുക, കാൽസ്യം കാർബണേറ്റ് അതായത് CaCO3 വിഘടിച്ച് എന്തുണ്ടാവുന്നുണ്ട്? കാൽസ്യം ഓക്സൈഡ് CaO+CO2. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അഭികാരകങ്ങൾ എന്താണെന്നും അവയുടെ ഇപ്പോൾ കാർബണും ഓക്സിജനും അഭികാരകങ്ങളാണ്. അവ ചേർന്നിട്ട് എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഉൽപ്പന്നം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങളുള്ളൂ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സജഷൻസും അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. നമുക്ക് അതിനനുസരിച്ചിട്ട് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനും നിങ്ങളെപ്പോലെ തന്നെ പഠിക്കുന്ന ആളാണ്. അപ്പോൾ എന്താ, നമുക്ക് ഒരു കമ്പൈൻ സ്റ്റഡി എന്നുള്ള രൂപത്തിലാണ് ഞാനിത് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, പറ്റുകയാണെങ്കിൽ നമ്മൾ അവിടെ ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ തരുന്ന എക്സാമുകളൊക്കെ കറക്റ്റ് സമയത്ത് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നീട്ടി വെക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഒരു ദിവസം തന്നെ തരുന്നത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പരമാവധി നമ്മൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലാസ് മുന്നോട്ട് പോവാം. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ആളുകൾ കാണുമ്പോഴും അവരുടെ കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ശരി, താങ്ക് യു.